സഞ്ജു സാംസണും രാജസ്ഥാനും പരീക്ഷണങ്ങൾ തുടർന്നേക്കും. ആദ്യം വിമർശകരോടായി ഒരു ചോദ്യം. ജയ്സ്വാൾ എന്ന യുവതാരം ടീം ഇന്ത്യക്കായി ടെസ്റ്റിൽ മിന്നുന്ന പ്രകടനം നടത്തി എതിരാളികളെ ഞെട്ടിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ക്രെഡിറ്റ് സഞ്ജുവിന് നൽകാനുണ്ടോ? അശ്വിനെ ഇറക്കി ബോൾ കളഞ്ഞിട്ട് ബട്ട്ലറും പവലുമൊക്കെ കഷ്ടപ്പെട്ടടിച്ചതുകൊണ്ടാണ് ടീം ജയിച്ചതെന്ന് പറഞ്ഞ് വിലപിക്കുന്നവരോടൊരു ചോദ്യം. സമ്മർദ്ദം ഇഷ്ടപ്പെടുന്ന ബട്ട്ലറെയും പവലിനെയും എല്ലാം കോടികൾ മുടക്കി ടീമിലെടുത്തത് പിന്നെ ഇങ്ങനെയുള്ള പ്രകടനം നടത്തി ടീമിനെ വിജയിപ്പിക്കാനല്ലേ? ഇനി പറയാൻ പോകുന്നത് അനവധി പേരുടെ സംശയത്തിനുള്ള ഒരു മറുപടിയാണ്. തനുഷ് കൊട്ടിയാൻ എന്ന യുവതാരത്തെ എന്തിന് ഓപ്പണറാക്കി ഇറക്കി പരീക്ഷണം നടത്തി? അതിനുള്ള ഉത്തരം ഇതാണ്. ഇത് രഞ്ജി ട്രോഫി ഫൈനലിൻ്റെ സ്കോർ കാർഡാണ്. തനുഷ് കൊട്ടിയാൻ എന്ന യുവതാരം ആദ്യ ഇന്നിങ്സിൽ വെറും 4 ഓവറിൽ 7 റൺസ് വഴങ്ങി 3 വിക്കറ്റ്. രണ്ടാം ഇന്നിങ്സിൽ 4 വിക്കറ്റ്. ഫൈനലിൽ നിർണായകമായ 7 വിക്കറ്റുകൾ. ഇനി ഇത് രഞ്ജി ട്രോഫി സെമി ഫൈനലിൻ്റെ സ്കോർ കാർഡാണ്. മുൻനിര ബാറ്റിംഗ് തകർന്നപ്പോൾ ആദ്യ ഇന്നിങ്സിൽ ഠാക്കൂറിനൊപ്പം വാലറ്റത്തെ 89 റൺസുമായി ടീമിനെ തകർച്ചയിൽ നിന്ന് കരകയറ്റിയ ഇന്നിങ്സ്. കൂടാതെ 2 ഇന്നിങ്സിലുമായി 4 വിക്കറ്റുകൾ. ഇനി ഇത് രഞ്ജി ക്വാർട്ടർ ഫൈനലിലെ സ്കോർ കാർഡാണ്. ഇവിടെയും മുൻനിര തകർന്നപ്പോൾ തകർപ്പൻ സെഞ്ചുറിയുമായി ടീമിനെ ചുമലിലേറ്റിയ യുവതാരം. ഇങ്ങനെ ഒരു താരത്തെയാണ് സഞ്ജു ഓപ്പണറാക്കി ഇറക്കിയത്. മുംബൈ നിരയിൽ വമ്പൻ ബാറ്റേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രം 10ാമതായി ഇറങ്ങി എന്നതൊഴിച്ചാൽ കൊട്ടിയാൻ ഒരു സ്റ്റാർ തന്നെയാണ്. 4 വിക്കറ്റും ഈ മത്സരത്തിൽ താരം നേടി. പരീക്ഷണങ്ങൾ സഞ്ജു ഇനിയും തുടരാനാണ് സാധ്യത. കാരണം അല്ലെങ്കിൽ പിന്നെ ഒരു ക്യാപ്റ്റൻ്റെ ആവശ്യമില്ലല്ലോ. ടോക്കൺ നമ്പർ നൽകി ബാറ്റ്സ്മാൻമാരെ ഇരുത്തിയാൽ എതിരാളികൾക്കും കാര്യങ്ങൾ എളുപ്പം. നെറ്റ്സിൽ ഒരു ബാറ്ററുടെ പ്രകടനം ക്യാപ്റ്റനും കോച്ചും കാണുന്നുണ്ട്. അതൊന്നും അറിയാതെ പുറത്തുനിന്ന് കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്.